ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജീവിത വിജയം സർവപ്രധാനം എന്ന ധ്യാനചിന്ത നമുക്ക് തുടരാം. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് 5-ാം കൽപ്പനയുമായി ബന്ധപ്പെടുത്തി ചില കാര്യങ്ങളാണ്. 5-ാം കൽപ്പന നമുക്കറിയാം, കൊല്ലരുത്. ഇതുമായി ബന്ധപ്പെടുത്തി നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് 5 തരം കൊലപാതകങ്ങളെ കുറിച്ചാണ്. ഈ കൊലപാതകം അത് എത്രമാത്രം വിന വരുത്തും എന്നുള്ളത് ചൂണ്ടിക്കാണിച്ച ഒരു സംഭവം എനിക്കറിയാം. ഒരു കുടുംബത്തിലുള്ള ഒരു മനുഷ്യനെ വേറൊരാള് കൊന്നു, കൊലപാതകം, അദ്ദേഹത്തെ കുത്തിക്കൊന്നു. ഇതിനുശേഷം ഉണ്ടായ കാര്യങ്ങൾ, ഈ കൊല ചെയ്യപ്പെട്ട മനുഷ്യന്റെ കുടുംബം തകർന്ന് തരിപ്പണമായി. അവരുടെ സാമ്പത്തിക നിലവാരമെല്ലാം ക്ഷയിച്ചു പോയി. കാരണം ആ വ്യക്തിയായിരുന്നു ആ കുടുംബത്തിൽ ഏറ്റവും കഴിവുള്ള വ്യക്തി. അദ്ദേഹത്തിന്റെ മരണത്തോടെ, അദ്ദേഹം കൊല ചെയ്യപ്പെട്ടതോടെ ആ കുടുംബം സാമ്പത്തികമായിട്ടും മറ്റു പല രീതിയിലും അധപ്പതിച്ചു. ഇനി കൊല ചെയ്തയാളിന്റെ ഭാര്യ ആത്മഹത്യ ചെയ്തു. മാത്രമല്ല 2 ആമക്കളുണ്ടായിരുന്നു. ആ 2 പേരും തോന്യാസം ജീവിതം തുടങ്ങി. ഇത് അവർക്കും ഒരു നാണക്കേടായിരുന്നു. പിന്നെ അവരുടേതായ രീതിയിൽ തോന്യാസം ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോയി. ഒറ്റ കൊലപാതകം, 2 കുടുംബങ്ങൾ തകർന്ന് തരിപ്പണമായി എന്നത് ഈ ഒരൊറ്റ സംഭവത്തിലൂടെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഏതാനും ചില കാര്യങ്ങൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വചന വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. സുഭാഷിതങ്ങൾ 28-ന്റെ 17-ാമത്തെ വചനം പറയുന്ന ഒരു കാര്യം കൊലപാതകവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത്, കൊലപാതകി മരണം വരെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കണം, ആരും അവന് അഭയം നൽകരുത്. അങ്ങനെയാണ് വചനം പറയുക. അത് ഈ പാപം എത്ര ഗൗരവമുള്ളതാണ് എന്ന് മനസ്സിലാക്കാനാണ് ഈ സന്ദേശം നമ്മൾ ഏറ്റെടുക്കേണ്ടത്. കൊലപാതക കുറ്റമാണെങ്കിലും ചെയ്തു പോയി ശിക്ഷ അനുഭവിച്ച് തിരിച്ചു വന്ന ആൾക്കാരുണ്ട്. അവരെ സ്വീകരിച്ച് അവരിന്ന് വളരെ നല്ല രീതിയിൽ ജീവിക്കുന്ന വ്യക്തികളും കുടുംബങ്ങളെയും നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഈ കൊലപാതക കുറ്റം, അതിൻ്റെ ഗൗരവം എത്ര വലുതാണ് എന്ന് മനസ്സിലാക്കാനാണ് ദൈവവചനം ഇപ്രകാരം പറയുന്നത്. പുറപ്പാട് 20-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വചനം, 20-ന്റെ 13-ൽ നമ്മൾ വായിക്കുന്നു, കൊല്ലരുത്. മത്തായി 5:21 വായിച്ചാലും ഇതേ കാര്യം അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത് കാണാൻ സാധിക്കും, കൊല്ലരുത്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ഉൽപ്പത്തി 4-ാം അധ്യായം 10-11 വചനങ്ങൾ എടുക്കുമ്പോൾ ആബേലിൻ്റെ നിലവിളി സ്വർഗത്തിലേക്ക് ഉയർന്നതായിട്ട് ദൈവം തന്നെ കായനോട് പറയുന്നത്. കായനാണ് ആബേലിനെ കൊല ചെയ്തത്. 2 സാമുവേൽ 21-ാം അധ്യായം ആദ്യ വചനങ്ങൾ വായിക്കുമ്പോൾ സാവൂളിൻ്റെ രക്തപാതക കുറ്റത്തെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. കാരണം ഗിബിയോൻകാരെ കൊല്ലാൻ അവൻ മുമ്പോട്ട് വന്നു. പിന്നീട് നമ്മൾ കാണുകയാണ്, സാവൂളിൻ്റെ കുടുംബത്തിൽ നിന്നും 7 പേരെ തിരഞ്ഞെടുത്ത് അവരെ തൂക്കിലേറ്റി. അതിനുശേഷമാണ് അവിടെ ആ ക്രോധം, ദൈവത്തിൻ്റെ ക്രോധം ശമിക്കുന്നതായിട്ട് നമ്മൾ കാണുക. ഇതെല്ലാം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് കൊലപാതകം വളരെ ഗൗരവമുള്ള ഒരു പാപമാണ് എന്നുള്ളതാണ്. നമുക്കിനി കൊലപാതകം 5 തരം എന്നത് ദൈവവചനത്തിൽ പഠിക്കാവുന്ന ഒരു കാര്യമാണ്. ഒന്നാമത്തേത് നേരിട്ടുള്ള കൊലപാതകം. നമ്മൾ കാണുന്നുണ്ട്, ഇത് വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഉൽപ്പത്തി 4-ാം അധ്യായം 8 മുതൽ വായിക്കുമ്പോൾ കായൻ ആബേലിനെ കൊന്നത്. പുറപ്പാട് 2-ാം അധ്യായം 12 മുതൽ വായിക്കുമ്പോൾ ഈജിപ്തുകാരനെ കൊന്ന മോശയെക്കുറിച്ച് അവിടെ നമുക്ക് കാണാൻ പറ്റും. ഇനി ദൈവത്തോടുള്ള തീഷ്ണതയെ പ്രതി ചില കൊലപാതക കുറ്റം ചെയ്ത വ്യക്തികളെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പോസിറ്റീവായിട്ട് നമുക്ക് അതിനെ കാണാൻ പറ്റും. സംഖ്യ 25:6 മുതൽ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ഫിനഹാസ് തീഷ്ണതയാൽ ജ്വലിച്ചിട്ട് ഒരു ഭവനത്തിലേക്ക് കയറി ചെല്ലുന്നു. കാരണം ഒരു ഇസ്രായേൽക്കാരൻ ഒരു മിദ്യാൻകാരിയെ കൂട്ടിക്കൊണ്ട് ഒരു വീട്ടിലേക്ക് കയറി പോകുന്നത് ഇവരെല്ലാം കണ്ടു. അവർ പോയത് അവിടെ കയറിയിരുന്ന് കാപ്പിയാനത്തിൽ കുടിക്കാനല്ല എന്ന് എല്ലാവർക്കും അറിയായിരുന്നു. അവർ പോയത് വ്യഭിചാര കുറ്റത്തിനാണ്. അപ്പം അത് മനസ്സിലാക്കിയിട്ട് ഫിനഹാസ് ചെന്ന് 2 പേരുടെയും ഉദരം പിളർക്കുന്നതായിട്ട് ഈ ഒരു വചനഭാഗം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് 1 മക്കബായർ 2-ാം അധ്യായം 23 മുതൽ വായിക്കുമ്പോൾ മത്തത്യാസ് ചെയ്ത ഒരു കൊലപാതകം. കാരണം വിജാതിയർ ചെയ്തുകൊണ്ടിരുന്ന ബലിയർപ്പണത്തിന് ഒരു യഹൂദൻ മുന്നോട്ട് വന്നു. അവൻ വന്ന് ആ ആൾത്താരയിൽ ബലിയർപ്പിക്കാനായിട്ട് മുന്നോട്ട് വന്നപ്പോൾ ദൈവത്തോടുള്ള തീഷ്ണതയാൽ മത്തത്യാസ് ചെയ്തൊരു കാര്യം, അവനെ നിഷ്കരുണം വധിച്ചു. ഇതെല്ലാം നേരിട്ടുള്ള കൊലപാതകം. രണ്ടാമത്തേതാണ് ഗർഭഛിദ്രം, അബോർഷൻ. അതും ഏതാണ്ട് നേരിട്ടുള്ള കൊലപാതകമായിട്ട് തന്നെ നാം കാണേണ്ടിയിരിക്കുന്നു. എസെക്കിയേൽ 18:4 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരുടെയും ജീവൻ എൻ്റേതാണ്. പറയുണ്ട്, ഒരു ജീവൻ എടുക്കാനുള്ള അവകാശം നമുക്കാർക്കും ഇല്ല. ദൈവത്തിൻ്റെ സ്വന്തമാണ് ഓരോരുത്തരുടെയും ജീവൻ. ജ്ഞാനത്തിൻ്റെ പുസ്തകം 12-ാം അധ്യായം 6 മുതൽ വായിക്കുമ്പോൾ നിസ്സഹായരായ കുഞ്ഞുങ്ങളെ വധിച്ച മാതാപിതാക്കളെക്കുറിച്ചും അവർക്ക് വരാവുന്ന ശിക്ഷയെക്കുറിച്ചും അവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. പറയുണ്ട്, അബോർഷൻ ഗൗരവമുള്ള ഒരു പാപമാണ്. മൂന്നാമത്തേതാണ് സഹോദരങ്ങളെ വെറുക്കുന്നത്. 1 യോഹന്നാൻ 3:15 പറഞ്ഞിട്ടുണ്ട്, സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്, കൊലപാതകിയിൽ നിത്യജീവൻ വസിക്കുന്നില്ല. അതുകൊണ്ട് വെറുപ്പും വിദ്വേഷവും മനസ്സിൽ വെച്ചു പുലർത്തുന്നത് ചെറിയ കാര്യമല്ല, അത് വളരെ ഗൗരവമുള്ള പാപമാണ് എന്നുള്ളത് നാം തിരിച്ചറിയണം. 4-മത്തേതാണ് തേജോവധം. പ്രഭാഷകൻ 28-ാം അധ്യായം 13 മുതൽ വായിക്കുമ്പോൾ
ഒത്തിരിയേറെ കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. നാവുകൊണ്ട്, സംസാരം കൊണ്ട് മറ്റുള്ളവരെ കൊല്ലാവുന്നതിനെക്കുറിച്ച്. അതുകൊണ്ടാണ് തേജോവധം എന്ന് പറഞ്ഞിരിക്കുന്നത്. അവസാനത്തേതാണ് പാപങ്ങളെ ചൂഷണം ചെയ്യുന്നത് കൊലപാതക കുറ്റമാണ്. അതാണ് പ്രഭാഷകൻ 34:24 പറഞ്ഞിട്ടുണ്ട്, ദരിദ്രന്റെ സമ്പത്ത് തട്ടിയെടുത്തിട്ട് നീ ബലിയർപ്പിക്കാൻ പോയാലും, നീ പള്ളി കൊണ്ടുപോയി കാഴ്ച സമർപ്പിച്ചെന്ന് പറഞ്ഞാലും അപ്പൻ്റെ മുമ്പിൽ വെച്ച് മകനെ കൊല ചെയ്യുന്നത് പോലെയാണ് അത്. പറയുണ്ട്, അത് ഗൗരവമുള്ളൊരു കാര്യമാണ്. മിക്ക 3:1 മുതൽ വായിക്കുമ്പോഴും യാക്കോബ് 5:4 മുതൽ വായിക്കുമ്പോഴുമെല്ലാം ദരിദ്രരെ ചൂഷണം ചെയ്യുന്നത് കൊലപാതക കുറ്റമാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു പാപത്തിൽ വീഴാതിരിക്കാൻ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം. നമ്മളിന്നൊരു കോമൺ നിയോഗമായിട്ട് വയ്ക്കുന്നത് കൊലപാതകം മൂലം തകർന്ന വ്യക്തികളും കുടുംബങ്ങളുമുണ്ട്. നമുക്ക് അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. മനുഷ്യൻ്റെ വിജയം ദൈവത്തിൻ്റെ കരങ്ങളിലാണെന്ന് അരുൾ ചെയ്ത ദൈവമേ, അങ്ങേ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നു. ഞങ്ങളുടെ അധ്വാനം ഫലമണിയേണ്ടതിന് അവിടുത്തെ ആശീർവാദം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആയിരിക്കാനും ഞങ്ങളുടെ എല്ലാ സംരംഭങ്ങളും വിജയം കാണാനും അങ്ങയുടെ സഹായവും സംരക്ഷണവും ഞങ്ങൾക്ക് നൽകണമേ. പരാജയത്തിന് വഴി തുറക്കുന്ന അഹങ്കാരവും മറ്റു പാപപ്രവൃത്തികളും വെടിഞ്ഞ് ദൈവാശ്രയത്വത്തിലും പരസ്നേഹപ്രവൃത്തികളിലും വേരുപാകി അടിയുറയ്ക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. മറ്റെന്തിനേക്കാൾ ഉപരിയായി ജീവിത വിജയം ലക്ഷ്യമാക്കാനും അങ്ങയുടെ സഹായത്താൽ അത് കൈവരിക്കാനും ഞങ്ങൾക്ക് കഴിയട്ടെ. ആമേൻ. ഇന്നിൻ്റെ എല്ലാ ആവശ്യങ്ങളും, ഇന്നത്തെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് ഏറ്റെടുക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ ഏറ്റെടുക്കണമേ. ഞങ്ങളെ ഓരോരുത്തരെയും, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ഏറ്റെടുക്കണമേ. ഞങ്ങൾക്ക് നന്മയാകുന്നത് നൽകി അനുഗ്രഹിക്കുവാൻ അങ്ങ് തിരുവുള്ളമാകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.